ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മിക്സഡ് വെജിറ്റബിൾ വെച്ചിട്ടുള്ള ഒരു മസാല ദോശയാണ്. മിക്സഡ് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും പൊട്ടറ്റോയും പീസും ആണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ചെറിയ ക്യാരറ്റ് എടുത്താൽ മതി. അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസും കൂടെ വേണം. ഇതെല്ലാം ആദ്യം നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം വേണം മസാല തയ്യാറാക്കാൻ. ഞാനപ്പോൾ ഇതെല്ലാം കുക്കറിലിട്ട് ഒരു 2 വിസിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാളയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് സവാള ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച മിക്സഡ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ മിക്സഡ് വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ മസാല ദോശയിലേക്കുള്ള മിക്സഡ് വെജിറ്റബിൾ മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നിങ്ങൾ ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. ദോശ ഉണ്ടാക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം ദോശ ഉണ്ടാക്കാം. ദോശ നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഗീ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മസാല കുറച്ച് നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് മടക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മിക്സഡ് വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു തരത്തിലുള്ള ദോശ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്